ഹലോ, എല്ലാവർക്കും ബസ്മിൻ്റെ ട്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സെം 2 ഇംഗ്ലീഷിൽ എബൈറ്റ് ഹെറോ എന്ന് പറഞ്ഞ ലെസണിലെ സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The story opens with a description of the setting, an expensive forest in Maine and a bright sunset still glimmering among the trunks of the trees. Sylvia is to bring her cow, Mistress Molly, home to her grandmother's farm to be milked. Mistress Molly is known for wandering away from her pasture. The day she searches for the cow for a long time and feels impatient. Finally, she finds her at the swamp side and laughs. അതായത് ഈ കഥ തുടങ്ങുന്നത് തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു വിവരണത്തിലൂടെയാണ്. അതെന്ന് പറയുന്നത് മെയിൻ എന്നൊരു സ്റ്റേറ്റിലെ ഒരു വലിയ കാടാണ് ഈ സ്ഥലം. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ മരങ്ങൾക്കിടയിൽ കൂടി ചെറിയ പ്രകാശം പരത്തുന്നുണ്ട്. സിൽവയാണെങ്കിൽ പശുവിനെ കാട്ടിൽ നിന്നും ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ്. പശുവിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ട്രസ് മൂളി എന്നാണ്. മൂളിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം അമ്മമ്മയ്ക്ക് പശുവിനെ കറക്കാൻ. മൂളി എന്ന് പറഞ്ഞ മിസ്ട്രസ് മൂളി എന്ന് പറഞ്ഞതാണ് കേട്ടോ പശുവിൻ്റെ പേര്. അപ്പോൾ മൂളിക്ക് ആണെങ്കിൽ ഈ തീറ്റ ഉള്ള സ്ഥലമില്ല, ആ തീറ്റ സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് ഇഷ്ടമല്ല. അവിടെ നിന്നും മാറി അലഞ്ഞ് നടക്കാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ആ പശുവിന്. അപ്പോൾ അന്ന് സിൽവിയ ആ പശുവിനെ കുറേ നേരം അന്വേഷിച്ചു. അവിടെ ആ മറ്റേ കാട്ടിൽ ഒരുപാട് നേരം അന്വേഷിച്ചു. എന്നിട്ട് അവൾ ക്ഷമ നശിച്ചു, അത്രയ്ക്ക് അന്വേഷിച്ചു കേട്ടോ. ലാസ്റ്റ് അവസാനം അവൾ പശുവിനെ ഒരു ചതുപ്പിൻ്റെ അരികിൽ നിന്നും കാണാണ്. സ്വാമ്പ് എന്ന് പറയുമ്പോൾ ചതുപ്പാണ് കേട്ടോ. അവൾ നിന്ന് കാണും. എന്നിട്ട് അവൾ പശുവിനെ കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും. She guides her affectionately homeward with a twig of birch leaves. Sylvia wonders how her grandmother, Mrs. Tilly, will react to the two arriving home late. Mrs. Tilly suspects that Sylvia often spends much time on her duties due to her love of the outdoors. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ബോർച്ച് മരത്തിൻ്റെ ഒരു ചില്ലിങ്ങനെ ഒടിച്ചിട്ട് സിൽവിയ സ്നേഹത്തോടെ ആ പശുവിനെ ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് ആനയിക്കുകയാണ് കേട്ടോ. അന്ന് വളരെ വൈകിട്ടാണ് വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. അതായത് കുറേ ലേറ്റായല്ലോ പശുവിനെ അന്വേഷിച്ച് നടന്നിട്ട്. അപ്പം അമ്മൂമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. അതാണ് അവളുടെ ചിന്ത. അമ്മമ്മയുടെ പേരെന്ന് വെച്ചാൽ മിസ്സിസ് ടില്ലി എന്നാണ്. മിസ്സിസ് ടില്ലിക്ക് അറിയാം സിൽവിക്ക് വെളിയിൽ കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുറത്ത് കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ലേറ്റാവും, പലപ്പോഴും ലേറ്റ് ആവാറുണ്ട് എന്നും അമ്മമ്മയ്ക്ക് അറിയാം കേട്ടോ. Barely walking, Sylvia and her friend stop at a brook where Mistress Molly drinks. Sylvia cools her bare feet in the water and takes in the sight and sound of moths, birds and other creatures surrounding them in the forest. ക്ഷീണിതയായി നടന്ന് അതായത് സിൽവയും അവളുടെ കൂട്ടുകാരി എന്ന് പറയുന്നത് പശുവിനാണ് കേട്ടോ. പശുവിനും ഒരു അരുവിയിൽ എത്തുമ്പോൾ നിൽക്കുകയാണ്. എന്നിട്ട് പശു വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കാലിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. അപ്പോൾ കാലിങ്ങനെ തണുപ്പിച്ചുകൊണ്ട് സിൽവിയ വിവിധ പ്രാണികളുടെയും പക്ഷികളുടെയും മറ്റു ജീവികളുടെ ഒക്കെ ശബ്ദം ഇങ്ങനെ കേട്ട് അവരെയൊക്കെ നിരീക്ഷിച്ച് ഇങ്ങനെ സമയം കളയാണ് കേട്ടോ. സിൽവിയ എന്ന് പറയുന്നത് പ്രകൃതി സ്നേഹിയാണ്. ഇനി അടുത്തത് വായിക്കാം. She remembers the city where she lived with many siblings. She came to the farm a year ago. Mrs. Tilly is raising Sylvia to assist her doctor and have more help on her farm. She also knows that Sylvia was too timid and scared of people in the city. So Sylvia wonders about the happening in her old city. സിൽവിയ അവളെ നഗരത്തിലെ വീട്ടിനെ പറ്റിയൊക്കെ ഓർക്കുകയാണ് കേട്ടോ. അവിടെ കാലിട്ടിരുന്നുകൊണ്ട് ഓർക്കുകയാണ്. അവിടെ അവൾക്ക് കുറേ സഹോദരിയും അങ്ങനെ കുറേ പേരായിട്ട് കൂടെ കഴിഞ്ഞിരുന്ന ഒരു കുട്ടിയാണ് സിൽവിയ. ഒരു കൊല്ലം മുമ്പാണ് അവൾ ഈ ഫാമിലിയിലേക്ക് എത്തിയത്. മിസ്സിസ് ടില്ലി അവളെ വളർത്തുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ജോലികളൊക്കെ അവൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ട്.
അത് തന്നെയല്ല, സിൽവിയ വളരെ പേടിയുള്ളൊരു കുട്ടിയായിരുന്നു. അതായത് നഗരവാസികളൊക്കെ അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് സിൽവിയ. അവൾ വീടിനെ പറ്റിയും നഗരത്തിനെ പറ്റിയൊക്കെ അവൾ ചിന്തിക്കാറുണ്ടെങ്കിലും അവൾക്ക് ഫാമിൽ കഴിയാനാണ് കൂടുതൽ ഇഷ്ടം. She prefers the woods. She feels peacefully and joyful surrounded by nature. Suddenly she hears a youth whistle close by. Notes that, unlike a bird's friendly whistle, it sounds determined and somewhat aggressive. അവൾക്ക് ഇവിടെ പ്രകൃതിയുടെ ശാന്തതയും സമാധാനവും അതൊക്കെ ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളൊരു ചെറുപ്പക്കാരൻ്റെ ചൂളം വിളി ശബ്ദം കേൾക്കാൻ കേട്ടോ. അപ്പോൾ പക്ഷികളുടെ സ്നേഹത്തിലുള്ള ചൂളം വിളി ആയിരുന്നില്ല അത്. നല്ല ഉറച്ച ആക്രമണ സ്വഭാവമുള്ളൊരു ചൂളം വിളിയായിരുന്നു അവൾ കേട്ടത്. Sylvia hides in the bushes, but the boy finds her there. He asks how far it is to the main road. She is afraid and with trembling. Sylvia says it is far. The young man carries a gun slung over his shoulder, but he calms Sylvia by telling her not to be afraid. The stranger explains he is a bird hunter and he got lost in the woods. He asks Sylvia if he can stay at her house and leaves in the morning. She very reluctantly agrees. ഒരു ചെറുപ്പക്കാരൻ്റെ വിസിലടി ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവൾ ഒരു കുറ്റിക്കാട്ടിൽ വിളിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ യുവാവ് അവളെ കാണാണ്. എന്നിട്ട് മെയിൻ റോഡിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ആ യുവാവ് സിൽവിയനോട് ചോദിക്കുകയാണ്. പേടിച്ചു പോയ സിൽവിയ വിറച്ചുകൊണ്ട് പറയാണ് ഒരുപാട് ദൂരമുണ്ട് എന്ന് പറയും. അപ്പോൾ യുവാവിൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, അത് തോളത്ത് തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. പേടിക്കണ്ട എന്ന് പറയാണ് യുവാവ് സിൽവിയനോട്. പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സിൽവിയുടെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് പറയാണ് അവനൊരു പക്ഷി വേട്ടക്കാരനാണ്, അവൻ വഴിതെറ്റി കാട്ടിൽ പെട്ടുപോയതാണ് എന്നാണ് കേട്ടോ ആ ചെറുപ്പക്കാരൻ പറയുന്നത്. അന്ന് രാത്രി അവളുടെ വീട്ടിൽ കഴിയാൻ സാധിക്കുമോ എന്ന് ആ ചെറുപ്പക്കാരൻ സിൽവിയനോട് ചോദിക്കുന്നുണ്ട്. മനസ്സോടെ അവൾ സമ്മതം മൂളുകയും ചെയ്യുന്നു. Sylvia, the hunter, and the cow reach the farm, where her grandmother is anxiously waiting. Mrs. Tilly says something funny about the cow's antics and asks about the stranger. Sylvia knows nothing about him. The hunter tells her how he got lost in the forest and requests a night stay in the farm. അതായത് സിൽവിയും വേട്ടക്കാരനും പശുവും ഫാമിലെത്താണ് കേട്ടോ. അവസാനം അവർ ഫാമിലെത്തി. അപ്പം അമ്മൂമ്മ ആണെങ്കിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പശുവിനെയും പിന്നെ സിൽവിനെയും കാത്തിരിക്കുകയാണ് അമ്മൂമ്മ കേട്ടോ ഫാമിൽ. മിസ്സിസ് ടില്ലി അതായത് അമ്മൂമ്മ പശുവിനെ കുസൃതികളെ പറ്റി പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ആ അപരിചിതൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതായത് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ കൂടെ, അതാരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിൽവിക്കാണെങ്കിൽ ആ ചെറുപ്പക്കാരനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അവൻ അതായത് ആ ചെറുപ്പക്കാരൻ അമ്മമ്മയോട് പറയാണ് വഴി തെറ്റി കാട്ടിൽ പെട്ടുപോയതാണ്, അന്ന് രാത്രി അവരുടെ വീട്ടിൽ കഴിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.